വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിന്നിനെ നല്ല വൈറ്റൻ ചെയ്യാനും നല്ല ഫ്രഷ് ആൻഡ് യങ്ങാക്കി വെക്കാനും സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡറാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ബാത്തിങ് പൗഡർ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ ബാത്തിങ് പൗഡർ എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ബാത്തിങ് പൗഡർ റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം ചെറുപയർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പൗഡർ വേണോ അതനുസരിച്ചുള്ള ചെറുപയർ പൊടി എടുക്കാവുന്നതാണ്. ഈ ബാത്തിങ് പൗഡർ ഒരു എയർ ടൈറ്റ് ആയുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് 1 മന്ത് വരെ ആവശ്യത്തിനെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറുപയർ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാനും നല്ല ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ ചെറുപയർ പൊടിക്ക് ഒരു 1.5 സ്പൂൺ അരിപ്പൊടി എന്ന കണക്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് ഒരു സ്ക്രബിങ് എഫക്റ്റ് തരും. നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയറിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാനും കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ് നിറം, കരിവാളിപ്പ് ഇതൊക്കെ മാറാനും സഹായിക്കും. ഫൈനലായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിനെ നല്ല വൈറ്റൻ ചെയ്യാനും ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട് പോലെയുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും സഹായിക്കും. ഈ പൗഡർ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഒരു 1 മന്ത് വരെ ചീത്തയാകാതെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം പൗഡറാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്കിത് ഒരുപാട് ലൂസ് ആവാതെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആവുന്ന അത്രയും വരെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ പാലൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറോ റോസ് വാട്ടറോ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പൗഡറിലേക്ക് മിൽക്കോ വാട്ടറോ ആഡ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ലൂസ് ആകാൻ പാടില്ല. നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ലൂസ് ആകുകയാണെങ്കിൽ അത് വാട്ടർ പോലെ അങ്ങ് ഒഴുകിപ്പോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനലും വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ കുട്ടി ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.